എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സജീബ. നമ്മളിപ്പോൾ റൂട്ട് ചക്ര മെഡിറ്റേഷൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ പറയാം, അഷ്ടാംഗ യോഗ അഥവാ പതഞ്ജലി യോഗ അടിസ്ഥാനമാക്കിയുള്ള യോഗാസനങ്ങളും പ്രാണായാമയും മെഡിറ്റേഷനും ആണ്. ചക്ര ഹീലിങ്ങുമാണ്. ചക്ര ആക്ടിവേഷൻ ആൻഡ് ക്ലെൻസിങ് ആൻഡ് മെഡിറ്റേഷൻ ആണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്, ക്ലാസ് എടുക്കാൻ പോകുന്നത്. അത് വേറെ യാതൊരു വിശ്വാസങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള നമ്മളെ മതപരമായ മറ്റു രീതിയിലുള്ള യാതൊരു വിശ്വാസങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അഷ്ടാംഗ യോഗ അല്ലെങ്കിൽ പതഞ്ജലി യോഗ എന്ന് പറയുന്ന ആ ഒരു അതിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ യോഗശാസ്ത്രത്തിൽ 8 അംഗങ്ങളാണ് പറയുന്നത്. അത് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധ്യാനം. ധ്യാനം, സ്മൃതി, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ ധ്യാനം വരുന്നത് ഈ 5-ാമത്തെ ഭാഗത്തിലായിട്ടാണ് ധ്യാനം വരുന്നത്. അതായത് നമ്മൾ ധ്യാനം ചെയ്യുന്നതിന് മുമ്പായിട്ട്, ധ്യാനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന മെഡിറ്റേഷൻ ധ്യാനം എന്നൊരു അവസ്ഥയിലോട്ടൊന്നും പോകുന്നതല്ല. പണ്ടത്തെ ആ ഒരു ഇതനുസരിച്ച് ഋഷിമാരും പണ്ഡിതന്മാരും അല്ലെങ്കിൽ എന്തെങ്കിലും അറിവുകൾ നേടാൻ വേണ്ടി, ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയുള്ള ധ്യാനത്തിലേക്ക് പോകാൻ വേണ്ടി ഉള്ള ഒരു പ്രക്രിയയാണ് ധ്യാനം. അതിന് മുമ്പായിട്ട് നമ്മളിൽ തന്നെ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. എന്നാലേ നമുക്ക് ആ ധ്യാനത്തിലേക്ക് പോകാൻ പറ്റൂ, ആ ഒരു വഴി തുറന്നു വരൂ എന്നാണ് ആചാര്യൻ പറയുന്നത്. അതിലേക്കുള്ള വഴികളിൽ ഒന്നാമത്തെ യമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ആയുർവേദത്തില് ശരീരത്തിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത് വാത, പിത്ത, കഫം. അതേപോലെ മനസ്സിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത് സത്വം, രജസ്, തമസ്. അപ്പൊ ഈ തമോ ഗുണം എന്ന് പറയുന്നത്, തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. തമോ ഗുണം എന്ന് പറയുന്നത് രാഗദ്വേഷം, അങ്ങനെ എന്ന് വെച്ചാൽ മറ്റുള്ളവരോടുള്ള വൈരാഗ്യം, മറ്റുള്ളവർ നന്നാവുന്നതിനുള്ള അസൂയ, പുഷ്പം, പിന്നെ നമുക്ക് ഉള്ള വിഷമം, എനിക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടം. അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ എനർജിയെ, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സത്വം, അതായത് സാത്വികമായ ഗുണങ്ങളെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ അടുത്തൊരിതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് തന്നെ, ഉള്ളിലുള്ള നമ്മുടെ മനസ്സ് തന്നെ നമ്മളൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി. കേൾക്കുന്നില്ല? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? അപ്പോൾ നിയമം എന്ന് പറയുന്നത് കുറേ നിയമങ്ങൾ, അതായത് നമ്മുടെ ശരീരം ശുദ്ധമായിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ, നമ്മുടെ സെൽഫ് ഹൈജീൻ പോലെ നമ്മളെ സ്വയം നവീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. ആസനം എന്ന് പറയുന്നത് യോഗാസനം. ഒരു മെഡിറ്റേഷനോ എന്തിനു വേണ്ടിയോ നമ്മൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ 30 മിനിറ്റോ ഒരു മാസമോ 2 മാസമോ 1 വർഷമൊക്കെ ധ്യാനത്തിൽ ഇരിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇരിക്കാനുള്ളൊരു അവസ്ഥ, സുഖകരമായ അവസ്ഥ ഉണ്ടാവുന്നതിനുള്ള ഒരു വഴിയാണ് ആസനം. യോഗാസനം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എക്സസൈസ് ചെയ്ത്, വ്യായാമം ചെയ്ത് ശരീരത്തിനെ ബലമാക്കുക, ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വസ്ഥമായി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക. അതാണ് ആസനം. അതും കഴിഞ്ഞിട്ട് പ്രാണായാമം. നമ്മുടെ ഏറ്റവും വലിയൊരു എനർജിയായ നമ്മുടെ പ്രാണൻ, അതായത് നമ്മുടെ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാണായാമങ്ങൾ. ശ്വാസത്തിനെ കൺട്രോൾ ചെയ്ത് ആ ശ്വാസത്തിനെ നമ്മുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുക. അത് ആണ് പ്രാണായാമം. അത് കഴിഞ്ഞിട്ടാണ് ധ്യാനം വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകാനെന്നാണ് ഒരു നിയമം. ഓക്കെ. പക്ഷെ നമുക്കിപ്പോൾ ശരി, നമുക്കങ്ങനെ ട്രൈ ചെയ്യാം, അതാണ് ഏറ്റവും നല്ലൊരു മാർഗം. പക്ഷെ നമുക്ക് എളുപ്പ വഴിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് ഈ എളുപ്പ വഴിയിലുള്ള ധ്യാനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗങ്ങളുണ്ട്. എല്ലാ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങളുടെയും സുഖമായിട്ടിരിക്കണമെങ്കിൽ അതിൽ പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് സമാധാനം. എല്ലാവർക്കും അതറിയാം. മനസ്സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ വെൽബീയിങ്ങിനും മുമ്പോട്ടുള്ള നമ്മുടെ ലൈഫിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മനസ്സമാധാനം.
ഇപ്പം നമ്മൾ മനസ്സമാധാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സമാധാനമുള്ളവർ ആരും ഇല്ലാന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം നമ്മുടെ ജെനറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ട് മുതൽ ഏത് യുഗത്തിലായാലും ശരി, ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള ഒരു ആക്രാന്തത്തിലുള്ള ഓട്ടമോ അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ അന്നൊക്കെ നമ്മുടെ പൂർവികന്മാര് മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് ആഹാരം കഴിക്കുക, പിന്നെ എവിടെയെങ്കിലും ഒരു ഷെൽട്ടറിൽ കിടന്ന് ഉറങ്ങുക, അങ്ങനെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് കൃഷിയൊക്കെ നടക്കുന്ന ഒരു സമയം വന്നപ്പോഴും കൃഷി സ്ഥലം സംരക്ഷിക്കുക, കൃഷിയിൽ ഏതെങ്കിലും മൃഗങ്ങളും എല്ലാം ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതിനെ ചേർത്ത് നിൽക്കുക. പിന്നെ നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ട് വേട്ടയാടൽ എന്തെങ്കിലും ചെയ്യുക, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പഴയ കാലത്തുള്ള നേരത്തെ ഉണ്ടായിരുന്ന ടെൻഷൻ അല്ല, മറ്റുള്ള നമ്മുടെ പൂർവികന്മാർക്കുണ്ടായിരുന്ന ടെൻഷൻ, ആ ടെൻഷൻ വരുന്ന സമയത്ത് നമുക്കിപ്പം ഒരു കാര്യം ചെയ്യാനുള്ളൊരു വെപ്രാളം വരുന്ന സമയത്ത്, അതായത് ഇപ്പം ഒരു മൃഗം നമ്മളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നു, ആ സമയത്ത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക. അതിനുള്ളൊരു അവസ്ഥ നമ്മുടെ ബ്രെയിനിൽ പെട്ടെന്നൊരു സ്റ്റിമുലേഷൻ ഉണ്ടാകും, റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാകും. ആ ഒരു റിഫ്ലക്സ് ആക്ഷനിൽ നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരും. അതായത് നമ്മുടെ അഡ്രിനാലിൻ ലെവൽ ഹൈ ആവും, കോർട്ടിസോൾ ലെവൽ ഹൈ ആവും, ഹാർട്ട് ബീറ്റ് കൂടും, ബ്ലഡ് സർക്കുലേഷൻ കൂടും, ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അങ്ങനെ നമ്മളെ ഒന്ന് വിജിലാക്കും. ആ വിജിലാക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ഈ ഒരു കാര്യം കഴിയുന്നത് വരെ നമ്മൾ കാമാവത്തില്ല. അതായത് ആ സമയത്ത് ആഹാര വിശപ്പോ ദാഹമോ ഉറക്കമോ ഒന്നും ഉണ്ടാകത്തില്ല, ഭയങ്കരമായിട്ട് ഉണർന്നിരിക്കുന്ന സമയം. ആ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഈ ഹോർമോൺസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും നമ്മുടെ ശരീരത്തിൽ ആ രീതിയിലുള്ള കുറേ ചേഞ്ചസ് വരികയും ചെയ്യും. ആ ചേഞ്ചസ് ശരിക്കും താൽക്കാലികമായിട്ടാണ് വേണ്ടത്. താൽക്കാലികമാണെങ്കിൽ നമ്മളെ ഒരു സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു മോഡിലേക്കാണ് കൊണ്ടുവരുന്നത്. അതേസമയം ഇപ്പോഴത്തെ ഒരു ജീവിത രീതിയിൽ മുഴുവൻ സമയവും നമ്മൾ ആ ഒരു മോഡിലാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എനിക്കത് ചെയ്യണം, ഉടനെ എനിക്ക് മറ്റേ ചെയ്യണം, 10 മിനിറ്റിനുള്ളിൽ എനിക്കത് ചെയ്യണം, എനിക്ക് ഓഫീസിൽ പോകാം. രാവിലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിക്കുന്നില്ല, പെട്ടെന്ന് ഓഫീസിൽ പോകണം, അടുത്ത ആ ഒരു തിരക്കാണ്, ആ ഒരു ഇത്. കൂടാതെ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായാലും ഏത് കാര്യത്തിലായാലും, ഇപ്പം സ്ത്രീകളായാലും കുട്ടികളായാലും പുരുഷന്മാരായാലും ആരായാലും, സ്ത്രീകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, അപ്പം കരിയറിലുള്ള ഒരു ടെൻഷനുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള ടെൻഷനുണ്ട്. അപ്പം മുഴുവൻ സമയം ഈ ഒരു ടെൻഷൻ അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. ആ ടെൻഷൻ അവസ്ഥ എന്ന് പറയുമ്പോൾ മുഴുവൻ സമയവും നമ്മളിങ്ങനെ വിജിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കോർട്ടിസോളും അഡ്രിനാലിനും ഒക്കെ ഹൈ ആവുകയും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും നമ്മുടെ ബ്രെയിനിലുള്ള സർക്കുലേഷൻ എല്ലാം ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെ വിജിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സമാധാനം എന്നൊരു സാധനമില്ല, പലർക്കും ഉറക്കമില്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അസുഖങ്ങൾ, അതായത് ഹോർമോണൽ ഇംബാലൻസ്, ഫാറ്റ്, നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന മിക്കവാറും എല്ലാ അസുഖങ്ങളും, കൊളസ്ട്രോള്, BP, ഡയബറ്റീസ്, അങ്ങനത്തെ കുറേ എല്ലാ അസുഖങ്ങളും ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് ഉണ്ടാകാനുള്ള അസുഖങ്ങളും കൂടെ അതിൻ്റെ കൂടെ ആഡ് ഓൺ ആവും. കാരണം നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സമയമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈം ബീയിങ് ആയിട്ട് ഈ ഒരു കാര്യത്തെ നമുക്ക് എളുപ്പം ഒന്ന് മാറ്റണമെങ്കിൽ, എളുപ്പം ഒന്ന് നമ്മളൊന്ന് അതിന് പരിഹാരം കാണണമെങ്കിൽ അതിനുള്ളൊരു പരിഹാരമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ബോധത്തോടെ ഇരിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ ലിവ് ഇൻ പ്രസന്റ്. ഞാനിപ്പോൾ ഇവിടുന്ന് സംസാരിക്കുകയാണ്. ഇവിടുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുക എത്ര പേര് കയറിയിട്ടുണ്ടാവും, ഇനി അവരെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ, ഇടയ്ക്ക് ഞാൻ ഇതാവുമ്പോൾ ഇനി അവർ വന്നിട്ട് മിസ്സായി പോവോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് നമ്മുടെ സാധാരണ ഒരു കാര്യം. അതേസമയം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, സംസാരിക്കുകയാണ്, ഞാൻ സംസാരത്തിൽ മാത്രം ശ്രദ്ധിക്കുകയാണ്. എത്ര പേര് വന്നിട്ടുണ്ട്, അവരോട് ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ ഈ ഇരിക്കുന്ന ഈ സ്ഥലം അത് ഞാൻ ഫീൽ ചെയ്യുകയാണ്, ഈ ഇരിക്കുന്ന അന്തരീക്ഷം അത് ഞാൻ ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ സമാധാനത്തിലാണ്, കാരണം ഞാൻ പ്രസൻറ്റിലാണ്. ഫ്യൂച്ചറിനെ കുറിച്ചോ കഴിഞ്ഞ പോനെ കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. മനസ്സിലായി? അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടാക്കിയെങ്കിൽ ഓക്കെ. ഒരു എക്സാമ്പിൾ പറയാം.
നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. ഇപ്പം ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. ഈ ഗ്ലാസ് എടുത്ത് ഇപ്പം ഞാൻ വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് വെച്ചപ്പോൾ ഞാനത് ശ്രദ്ധിച്ചതേ ഇല്ല. ആ വെള്ളത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചു പോലുമില്ല. ഈ ഗ്ലാസ് ഞാൻ എടുക്കുന്നു, ഗ്ലാസ്സിലുള്ള ഒരു തണുപ്പ് ഞാൻ ശ്രദ്ധിക്കുന്നു, ഈ ചുണ്ടിലോട്ട് വെക്കുമ്പോൾ ഉള്ള ആ ഒരു ഇത്. അപ്പം ഞാൻ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്കുന്നു. അപ്പം ഈ വെള്ളം, എനിക്ക് ദാഹം വന്നപ്പം ഈ വെള്ളം എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, ആ വെള്ളത്തിനോട് എനിക്കൊരു സ്നേഹം വന്നില്ലേ. അപ്പം ഈ വെള്ളം ശുദ്ധമാണോ, ഇത് നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല ടേസ്റ്റുള്ള വെള്ളമാണ്, ഈ വെള്ളം കൊണ്ട് എനിക്ക് ദാഹം തീരും. അപ്പം എനിക്ക് ആ വെള്ളത്തിനോടൊരു സ്നേഹം വന്നു. ആ സ്നേഹത്തോടു കൂടി ഞാൻ ആ വെള്ളം കുടിക്കുകയാണ്. ഓക്കെ, ഈ വെള്ളം കുടിക്കുമ്പോൾ ഈ വെള്ളം എൻ്റെ നാക്കിൽ തൊട്ടു, എൻ്റെ തൊണ്ടയിൽ തൊട്ടു, എൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോയി. ഇത് ഞാൻ അറിഞ്ഞു. അതാണ് ലിവിങ് പ്രസന്റ് എന്ന് പറയുന്നത്. നമ്മളത് അറിഞ്ഞിട്ടത് ഉപയോഗിക്കുക, ആസ്വദിച്ചത് ഉപയോഗിക്കുക. അപ്പോൾ ആ സമയം നമ്മളിത് അറിഞ്ഞു. ലിവിങ് പ്രസന്റ്, നമ്മൾ ഇച്ചിരി നേരമെങ്കിലും പ്രസന്റിൽ ജീവിച്ചു. ഓക്കെ, ഇതേപോലെ പല കാര്യങ്ങളിലും ഒരു ദിവസം നമ്മൾ ആഹാരം കഴിക്കുന്നതിലും, ഇപ്പം അടുക്കളയിൽ ഒരു ജോലിയാണ്, സ്ത്രീകൾ പൊതുവേ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തെങ്കിലും പോകണം, ഓഫീസിൽ പോകണം, അങ്ങനത്തെ കാര്യം. അപ്പം ഈ ജോലി തന്നെ വെറുപ്പ്, എന്തോ ഒരു കഷ്ടപ്പെട്ടൊരു സാധനം ചെയ്യുന്ന പോലെ നമ്മൾ ജോലി ചെയ്യുന്നത്. ആ സെയിം ടൈം തന്നെ ആ ചെയ്യുന്ന ജോലി എടുക്കുന്ന പച്ചക്കറിയെ നമ്മളൊന്ന് നോക്കിയിട്ട് അതിൻ്റെ കളർ നോക്കിയിട്ട് അത് എവിടെ നിന്നാണ് ഉണ്ടായിരുന്നു, മീൻസ് ആ പച്ചക്കറി നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിനോട് നമ്മളൊരു സ്നേഹം വരും. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് കറി ഉണ്ടാക്കുമ്പോൾ ആ കറിയിലും ആ സ്നേഹം ഉണ്ടാവും, നമുക്ക് ആ ഒരു സംതൃപ്തി ഉണ്ടാവും. അതേപോലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം എത്രയും ഒന്നും ചെയ്യണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതാത് സമയം നമ്മളതിന് പ്രസൻസ് ഓഫ് മൈൻഡ്, അതിലേക്ക് നമ്മൾ ബോധത്തോടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൊടുത്താൽ, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും ഒരു 4-5 ദിവസം കൊണ്ട് നിങ്ങൾക്കതൊരു ശീലമാക്കി മാറ്റാൻ പറ്റും. അപ്പം തന്നെ നമുക്കൊരു സന്തോഷവും, മനസ്സിലൊരു സന്തോഷവും ഒരു സമാധാനവും കിട്ടും. അതും ഒരു മെഡിറ്റേഷനാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അല്ല, പക്ഷേ മെഡിറ്റേഷനുള്ളൊരു വഴിയാണ് ഈ മൈൻഡ്ഫുൾനെസ്. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെഡിറ്റേഷനിലേക്ക് നന്നായിട്ട് പോകാൻ പറ്റും. ഇമാജിനേഷനും നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എളുപ്പം കൊണ്ടുപോകാൻ പറ്റും. പിന്നെ മെഡിറ്റേഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് വേണ്ട കാര്യം നമ്മളൊന്ന് ഇരിക്കുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ചൈൽഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് പോകണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റൂട്ട് ചക്ര, അതായത് മൂലാധാര ചക്രം. മൂലാധാരം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൈനിൻ്റെ ഏറ്റവും അവസാനം ഉള്ള ഒരു നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ബട്ടക്സ് നമ്മളിരിക്കുമ്പോൾ സ്പൈൻ ലാസ്റ്റ് ടച്ച് ചെയ്യുന്ന ടെയിൽ ബോണിൻ്റെ അറ്റമാണ് ആ ഒരു പോയിന്റ് ആയിട്ട്, എന്ന് വെച്ചാൽ ആ ഒരു പ്രദേശം, ലൊക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ചക്രം, ആ മൂലാധാര ചക്രം സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിലും ആക്ടിവേറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കുക എന്നുള്ള, ഗ്രൗണ്ടഡ് ആയിട്ട് കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റണം. അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ യോഗാസനങ്ങളുണ്ട്. ആ യോഗാസനങ്ങളിൽ ചിലത് ഞാൻ പറയാം. എനിക്കിപ്പോൾ കാണിച്ചു തരാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് പറയാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ചക്രയെക്കുറിച്ച് ചക്രാസ് എന്താണെന്ന് നമുക്ക് സംസാരിക്കാം. ചക്രാസ് എന്ന് പറഞ്ഞാൽ വൈറ്റൽ പോയിന്റ്സ് ആണ്. നമ്മുടെ ബോഡിയിലുള്ളൊരു എനർജി ഉണ്ട്. നമ്മുടെ ഫിസിക്കൽ ബോഡി പോലെ തന്നെ ബോഡിയുടെ ചുറ്റും ഒരു എനർജി ബോഡി ഉണ്ട്. അതായത് നമ്മുടെ നമ്മുടെ എനർജി, നമ്മുടെ ശരീരത്തിൽ പൊതിഞ്ഞിരിക്കുന്ന എനർജി, ആ എനർജിക്ക് ഒരു ബോഡി ഉണ്ട്. ഈ നമ്മുടെ ബോഡിയുടെ ചുറ്റുമാണ് ആ എനർജി ഉള്ളത്. ഇത് ഞാൻ പറയുന്നത് ഈ ഒരു അഷ്ടാംഗ യോഗ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒത്തിരി പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണെന്നുള്ളത് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറേ ഉണ്ട്. പിന്നെ കുറേ വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മുടെ യോഗയും പ്രാണായാമവും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വൈറ്റൽ പോയിന്റ്സ് ആണ് ചക്രാസ് എന്ന് പറയുന്നത്. വൈറ്റൽ പോയിന്റ്സ് ആണ്.
വൈറ്റൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റൽ ബോഡി, അതായത് നമ്മുടെ ബോഡിയുടെ ഒരു എനർജി കേന്ദ്രീകരിച്ചിരിക്കുന്ന കുറേ ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾക്കാണ് വൈറ്റൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ മർമ്മ പോയിന്റ്സും ഇതേപോലെ വൈറ്റൽ പോയിന്റ്സ് ആണ്. അത് ശരീരത്തിലുള്ള, അതായത് ഞരമ്പുകളും നാവും രക്തക്കുഴലുകളും എല്ലാം വന്ന് ചേരുന്ന വളരെ മർമ്മപ്രധാനമായ പോയിന്റുകളാണ് മർമ്മ പോയിന്റ്സ്. അതേപോലെ തന്നെ ഈ പ്രാണൻ, നമ്മൾ പറയുന്ന എനർജിയുടെ ആ ഒരു സംഗമ സ്ഥലങ്ങളാണ് ഈ വൈറ്റൽ പോയിന്റ്സ്. 6 ചക്രങ്ങളും പിന്നെ സഹസ്രാര എന്ന് പറയുന്ന 7ാമത്തെ ഒരു ഇവിടെ നിന്നുള്ള യൂണിവേഴ്സ് എനർജിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗവുമാണ് നമ്മൾ ചക്രങ്ങൾ എന്ന് പറയുന്നത്. 6 ചക്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് മൂലാധാര ചക്രമാണ്. അതായത് റൂട്ട് ചക്രം, നമ്മുടെ റൂട്ട്, നമ്മുടെ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്ന ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റൽ പോയിന്റ്. ഈ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ ആൻഡ് സഹസ്രാരം ആണ് 6 ചക്രങ്ങളും 7ാമത്തെ. അപ്പോൾ ഈ മൂലാധാര ചക്രത്തിനെ കുറിച്ച് പറയുമ്പോൾ, ആ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ സേക്രൽ പ്ലക്സസ് എന്ന് പറയുന്നത്. സേക്രൽ പ്ലക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സേക്രൽ ഏരിയയിലുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഡി ഞരമ്പുകൾ എല്ലാം ചെയ്യുന്ന ഒരു ഭാഗം. അതായത് നമ്മുടെ സേക്രൽ പ്ലക്സസ് എന്ന് പറയുന്നത് ശരീരത്തിലൊരു ഭാഗമാണ്. അത് ഷാറ്റിക് നെർവ്, അതുപോലത്തെ സ്പൈനൽ നെർവ്സ്, സ്പൈനൽ കോഡിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതാണ് സ്പൈനൽ ഞരമ്പുകൾ, സ്പൈനിലുള്ള ഞരമ്പുകൾ, താഴ്ഭാഗത്തുള്ള ഞരമ്പുകൾ. പിന്നെ അതേപോലെ നമ്മുടെ ഈ ജെനിറ്റൽ ഏരിയ, അതായത് പെൽവിക് ഏരിയയിലുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസിലേക്ക് പോകുന്ന ഞരമ്പുകൾ എല്ലാം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാം കൂടെ ചേരുന്ന ഒരു ഭാഗമാണത്. ആ ഭാഗത്തിന് ഉള്ള ഇമ്പോർട്ടൻസ്, ശരീരത്തിലുള്ള ഇമ്പോർട്ടൻസ് പോലെ തന്നെ അത് ഈ എനർജി ബോഡിയിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരീരത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്താണ് നമ്മുടെ കിഡ്നി, ആ ഭാഗത്തുണ്ടാകുന്ന കുറച്ച് ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് ആണ് ഈ ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ കോർട്ടിസോളും അഡ്രിനാലിനും. അപ്പോൾ ഇത് ഈ ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ചക്രയാണ് മൂലാധാര ചക്രം. അപ്പോൾ മൂലാധാര ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ഹീൽ ചെയ്യുകയും ക്ലെൻസ് ചെയ്യുകയും, അതായത് ബ്ലോക്ക് മാറ്റി, എനർജി ബ്ലോക്ക് മാറ്റുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഈ രീതിയിലുള്ള ശരീരത്തിൽ ഉള്ള ആ ഒരു സമാധാനത്തിൻ്റെതായ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ റെജുവിനേഷൻ്റെതായിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ മൂലാധാര ചക്രത്തിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും അടിയിൽ നമ്മൾ പറയുന്ന പെരിനിയം എന്ന് പറയുന്ന ഭാഗത്താണ്. സ്ത്രീകൾ നമ്മുടെ ഏനസിൻ്റെ, മലദ്വാരത്തിൻ്റെയും ജനനേന്ദ്രിയത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഒരു പാർട്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട്, ഏറ്റവും താഴത്തെ, നമ്മൾ ഇരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഏറ്റവും താഴത്തെ ഒരു പാർട്ടാണ്. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ആ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ഇത് ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം കൂടെയാണ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം കൂടെയാണ്. അപ്പോൾ ഈ മൂലാധാര ചക്രത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസസ് ഉണ്ട്. ആ എക്സസൈസിൽ ആ ഒരു ഭാഗത്തിനുള്ള എക്സസൈസ് ഉണ്ട്. പിന്നെ നമ്മൾ ജനറലായിട്ട് ആ മുഴുവൻ ഏരിയയിലുമുള്ള നെർവ്, ബ്ലഡ് സർക്കുലേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കുറച്ച് എക്സസൈസും ഉണ്ട്. അതായത് യോഗാസനാസ് ഉണ്ട്. ഈ ഭാഗത്തിനുള്ള എക്സസൈസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ കെഗൽസ് എക്സസൈസ് എന്നൊക്കെ ഇല്ലേ, നമ്മൾ അതൊരു പെൽവിക് മസിൽസ് മുഴുവൻ ടൈറ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തോന്നുമ്പോൾ, ഒരു 1ാമത്തെ എക്സസൈസ് ആണ് ഞാൻ പറയുന്നത്. യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി തോന്നുമ്പോൾ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു നിമിഷം, നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുന്ന പോലെ ആ മുഴുവൻ ഭാഗത്തെയും, ആ ലാസ്റ്റത്തെ ഭാഗത്തെയും ആ ഏരിയയും കൺട്രോൾ ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ അതൊരു 4-5 പ്രാവശ്യം ചെയ്ത് നോക്കുക.
ആ ഒരു ഭാഗം കൺട്രോൾ ചെയ്യുക, റിലീസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഒന്ന് പിടിച്ചു വെക്കുക, ഒന്ന് ബലമായിട്ട് പിടിച്ചു വെക്കുക, റിലീസ് ചെയ്യുക. നമ്മുടെ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട എക്സസൈസാണ് ഞാൻ പറയുന്നത്. റിലീസ് ചെയ്യാം. എങ്ങനെ ഒരു 7-8 പ്രാവശ്യം 7 പ്രാവശ്യം ചെയ്യണം. അടുത്തത് നമ്മുടെ ഏനസ്, നമ്മുടെ മലദ്വാരം പതുക്കെ ഒന്ന് പിടിച്ചു വയ്ക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്യണം. പിടിച്ചു വയ്ക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്യണം. അതൊരു 7 പ്രാവശ്യം ചെയ്യണം. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ അടുത്തത് യോഗ എക്സസൈസ് ആണ്. യോഗ എക്സസൈസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4-5 യോഗ എന്ന് വെച്ചാൽ നമ്മൾ റൂട്ടിങ് ആയിട്ടുള്ള നമ്മുടെ ബോഡി, നമ്മുടെ ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ബോഡി, നമ്മുടെ ബട്ടക്സ് നിലത്ത് തൊടുന്ന രീതിയിലുള്ള യോഗാസനാസ്, അതായത് മേരുദണ്ഡാസനം, അങ്ങനത്തെ കുറച്ച് യോഗാസനാസ് ഉണ്ട്. അത് ഇരുന്നിട്ടുള്ള നമ്മുടെ പദ്മാസനായാലും സുഖാസനമായാലും അങ്ങനെ ഒരു 4-5 യോഗ പോസസ് ഉണ്ട്. ഈ റൂട്ട് ചക്ര സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യോഗ പോസസ്, ഈ യോഗാസനാസ് ഓരോന്നും ഒരു 5 പ്രാവശ്യം വീതം ചെയ്യണം. 4-5 യോഗാസനാസ് ഉണ്ട്. അത് ഞാനിത് ഗ്രൂപ്പിൽ ഇടാം, അതിൻ്റെ പോസ്റ്റേഴ്സ് ഇടാം. അതൊന്ന് ചെറുതായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ. ഇപ്പം എനിക്ക് യോഗ പഠിപ്പിച്ച് തരാൻ പറ്റത്തില്ലല്ലോ, അതല്ലല്ലോ നമ്മുടെ ക്ലാസ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. 4-5 പ്രാവശ്യം വീതം ചെയ്യുക. ചെയ്തിട്ട് ഈ പറഞ്ഞ എക്സസൈസ് ഒരു സുഖാസനത്തിലിരിക്കും. സുഖാസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് ഒന്നി പദ്മാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നത് പദ്മാസനം ഇരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ചെയറിലാണ് എല്ലാവരും ഇരിക്കുന്നത്. വളരെ സ്വസ്ഥമായിട്ട് ചെയറിലാണ് ഇരിക്കുന്നത്. ചെയറിലിരിക്കുമ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ്, നമ്മുടെ ബട്ടക്സിൻ്റെയും ഈ ലാസ്റ്റ് ഭാഗം, മൂലം എന്ന് പറയുന്ന ഭാഗം ഗ്രൗണ്ടഡ് ആണ്, എന്ന് വെച്ചാൽ ഉറച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉറച്ചിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കണമെങ്കിൽ കാലൊന്നും എടുത്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. സ്പൈൻ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, ബാക്ക് കറക്റ്റായിട്ട് താഴെ ഇരിക്കണം. ഓക്കെ, എന്നിട്ട് മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, എന്നിട്ട് ഈ എക്സസൈസ് ഞാൻ ആദ്യം പറഞ്ഞ 2 എക്സസൈസ് റെഗുലർ ആയിട്ട് കറക്റ്റായിട്ടൊരു 7 പ്രാവശ്യം വെച്ച് ചെയ്യും. ഇപ്പം തന്നെ ചെയ്യാം. ഞാൻ ഡെമോൺസ്ട്രേഷൻ പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അത് കൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യാം. ചെയ്തിട്ട് ശ്വാസം നിയന്ത്രിക്കണം. ശ്വാസം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുക, ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക, ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. അത് 2 രീതിയിലുള്ള ശ്വാസം, അതായത് പ്രാണായാമം 2 രീതിയിലുള്ളത്, സിമ്പിളായിട്ടുള്ള 2 രീതിയിലുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് ഒന്ന് ഈ 3 വിരൽ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു വിരൽ വെച്ച് മൂക്കിൽ, ഒരു വിരൽ വെച്ച് ഈ മൂക്കിൽ പിടിക്കുക പതുക്കെ. എന്നിട്ട് ഈ മൂക്കിൽ കൂടെ, ഈ നോസ്ട്രിൽ കൂടെ പതുക്കെ ശ്വാസം എടുക്കുക. തുറന്നിട്ട് ഇതിൽ കൂടെ ശ്വാസം എടുക്കുക. മനസ്സിലായല്ലോ? അതേപോലെ രണ്ടാമത് എടുക്കേണ്ടത് ഇതടച്ചിട്ട് ഇത് തുറന്നിട്ട് ശ്വാസം എടുക്കുക. മനസ്സിലായില്ലേ? അതൊരു 7 പ്രാവശ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് രണ്ട് നോസ്ട്രിൽ കൂടെ ഒരേപോലെ സാധാരണ ശ്വാസം എടുക്കുന്നത്. 1 നിമിഷം ശ്വാസം എടുത്ത് 1 നിമിഷം ഹോൾഡ് ചെയ്തിട്ട് വായിൽ കൂടെ പുറത്തേക്ക് പോകാം. ഇതും ഒരു 7 പ്രാവശ്യം ചെയ്യണം. എന്നിട്ട് നേരെ ഇരിക്കുക. നമ്മളിരിക്കുന്ന പൊസിഷനിൽ തന്നെ നേരെ വളരെ റിലാക്സ് ആയിരിക്കുക. കയ്യിൽ ഒന്നുകിൽ ഇങ്ങനെ റിസീവ് ചെയ്യുന്ന ഒരു മുദ്രയാണിത്. റിസീവ് ചെയ്യുന്ന മുദ്ര എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നേരാച്ച് റിസീവ് ചെയ്യുന്നത് ഇത് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുദ്ര ഇത് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ഇത് റിസീവ് ചെയ്യുന്ന മതി. കാരണം നമ്മൾ അബണ്ടൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കൈ വെക്കുക. ഓക്കെ,
കൈ ഇങ്ങനെ മലർത്തി വെച്ചിട്ട് ശ്വാസം എടുക്കുക, വിടുക. ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കും. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കും. ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചും വയറും വീർക്കുന്നതും, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നെഞ്ചും വയറും ചൊട്ടുന്നതും മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. നമ്മൾ ഇരിക്കുന്ന സ്ഥലം, ഞാൻ നേരത്തെ പറഞ്ഞ മൈൻഡ്ഫുൾനെസ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഫീൽ ചെയ്യുക. ഞാൻ ഇന്ന സ്ഥലത്ത് ഇരിക്കുകയാണ്, ഭൂമിയിൽ ഞാൻ ഇരിക്കുകയാണ്. എർത്തിനെ ഫീൽ ചെയ്യുക, ഭൂമിയിൽ ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ ഇന്ന ഭാഗം ഭൂമിയിൽ അമർന്നിരിക്കുകയാണ്. ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് എന്ന് ഫീൽ ചെയ്യും. ഓക്കെ. റൂട്ട് ചക്രയുടെ ബീജമന്ത്രം, എല്ലാ ചക്രയ്ക്കും ഒരു ബീജമന്ത്രമുണ്ട്, ഒരു മന്ത്രമുണ്ട്. മന്ത്രം എന്ന് വെച്ചാൽ ഒരു സൗണ്ട്. ഇപ്പൊ നമ്മൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സൗണ്ടാണ് ഇത്. ലം എന്നാണ് ഈ ബീജമന്ത്രം, ലം. അപ്പോൾ ആ ഒരു റൂട്ട് ചക്രയുടെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ, ചക്രത്തിന്റെ ഒരു ഷേപ്പും 4 ഇതളുള്ള ഒരു പൂവിന്റെ ഒരു ഷേപ്പും കൂടെ ചേർന്നാണ്. അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ചുമന്ന നിറം, തിളങ്ങുന്ന ചുമന്ന നിറവും. നമ്മുടെ മനസ്സിൽ നമ്മൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നട്ടെല്ലിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഏറ്റവും താഴെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ചക്രം, ചുവന്ന തിളങ്ങുന്ന ഒരു ചക്രം, ആ ചക്രം ക്ലോക്ക് വൈസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ലം എന്ന സൗണ്ട്, ലം എന്ന മന്ത്രം, ബീജമന്ത്രം നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. മനസ്സിൽ അല്ലെങ്കിൽ കുറച്ച് ഉറക്കെ പറയുമ്പോൾ അത് താഴേന്ന് മുകളില് ആ നട്ടിൻ്റെ കൂടെ, സുഷുമ്നയിൽ കൂടെ മുകളിലേക്ക് ഇവിടം വരെയും എത്തുന്നതായി. നട്ടലിന്റെ ഏറ്റവും താഴെ നട്ടലിൽ കൂടെ നമ്മുടെ ശ്രദ്ധ മുകളിൽ നിന്നും താഴേക്ക് നട്ടലിലേക്ക് വരിക. നട്ടലിൽ കഴുത്തിന് താഴേക്ക് ഇമാജിൻ ചെയ്ത് താഴേക്ക് നട്ടലിന്റെ ഏറ്റവും താഴെ, ടേബിളിന്റെ ഏറ്റവും അറ്റത്തെത്തുക. നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമ്മൾ ഫീൽ ചെയ്യുക. ആ സ്ഥലത്ത് ഒരു ചുവന്ന വട്ടത്തിലുള്ള ചക്രം, തിളങ്ങുന്ന വട്ടത്തിലുള്ള ഒരു ചക്രം. ആ ചക്രത്തിന് 4 ഇതളുള്ള ഒരു പൂവിന്റെ ഷേപ്പ്, അതിലാണ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളത് ഫീൽ ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് അത് കറങ്ങുന്നു, ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങും. അത് നമ്മൾ ഫീൽ ചെയ്യണം. ശ്വാസം എടുക്കുക, അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ശ്വാസം എടുക്കുക, പതുക്കെ വിടുക. ശ്വാസം എടുക്കുക, പതുക്കെ വിടുക. മുകളിൽ നിന്നും താഴേക്ക് മനസ്സിങ്ങനെ കൊണ്ടുപോവുക. താഴേക്ക് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഫീൽ ചെയ്യുക. ആ ചക്ര ഫീൽ ചെയ്യുക. ചുവന്ന തിളങ്ങുന്ന ആ ചക്രം, 4 ഇതളുകളുള്ള ഒരു പൂവിൻ്റെ, അത് ഫീൽ ചെയ്യുക. കറങ്ങായി നമ്മൾ സങ്കല്പിക്കുക. സെയിം ടൈം ലം എന്ന് പറയുമ്പോൾ ആ സൗണ്ട് വൈബ്രേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായി ഫീൽ ചെയ്യണം. ലം
സെയിം ടൈം ശ്വാസം ശ്രദ്ധിക്കണം. ശരീരം വളരെ റിലാക്സ് ആയിരിക്കും. ഇരിക്കുന്ന സ്ഥലം നമ്മൾ ഫീൽ ചെയ്യണം. ഭൂമിയിൽ വളരെ ഉറച്ച് ഭൂമിയെ എർത്തിനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ശരീരം വളരെ റിലാക്സ് ആണ്. കൈകൾ മലർന്നിരിക്കുകയാണ്. താഴേക്ക് താഴേക്ക് ആ ചക്രയിലേക്ക്. ഈ ഓരോ പ്രാവശ്യം മന്ത്രം ചൊല്ലുമ്പോഴും അത് മാത്രം ഫീൽ ചെയ്താൽ മതി. ആദ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ മുകളിൽ നിന്ന് സ്പൈനിലേക്ക് വരുന്നതും താഴേക്ക് വരുന്നതും. താഴെ എത്തിയ ശേഷം ആ കറങ്ങുന്നതും ഈ ശബ്ദം താഴെ മുകളിലേക്ക് പോകുന്നതും മാത്രം ശ്രദ്ധിക്കുക. അത് മാത്രം ശ്രദ്ധിക്കുക. പതുക്കെ പതുക്കെ മനസ്സിലത് മാത്രം ഉണ്ടാവുന്നതാണ്. ആ ഭാഗം മാത്രം ശ്രദ്ധിക്കുക. ആ തിളങ്ങുന്ന ചക്രം ശ്രദ്ധിക്കുക. അത് കറങ്ങുന്ന ശ്രദ്ധിക്കുക. ഈ സൗണ്ട്, ഈ ശബ്ദം ഇത് നമ്മൾ സാധാരണ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ 21 പ്രാവശ്യം ഇങ്ങനെ പറയണം. 21 പ്രാവശ്യം നമ്മളിത് മനസ്സിൽ ഇങ്ങനെ കണ്ട് ഇതേപോലെ ഈ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലത് കണ്ട് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതാണ് 21 ടൈംസ് നമ്മളിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 21 ടൈംസ് എത്തുമ്പോഴത്തേക്കും അത്രയും സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ ഒരു പോയിന്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ ശബ്ദവും ഈ ഒരു ഇമേജും ആ ഒരു വ്യൂ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തുള്ളൂ. ആ ഒരു ഇമാജിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരണം. ഉള്ളിലേക്ക് ഇമാജിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരിക. അപ്പോൾ ആ ശബ്ദം ഇങ്ങനെ ഇവിടെ വരെ എത്തുന്നതായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഈ യോഗാസനങ്ങളും ഈ എക്സസൈസും ഈ മെഡിറ്റേഷനും ആണ് റൂട്ട് ചക്രയെ ആക്ടിവേറ്റ് ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും എനർജി ബ്ലോക്ക് മാറ്റാനുമുള്ള മെഡിറ്റേഷൻ. ഓക്കെ, ഈ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ റൂട്ട് ചക്രയിൽ ഉണ്ടാകുന്ന ഡീആക്ടിവേഷൻ, അതായത് എനർജി ബ്ലോക്ക് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് നമ്മുടെ മനസ്സമാധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളുമായിട്ടും പല ഹോർമോൺസിന്റെ പ്രവർത്തനമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് തന്നെ സെക്ഷുവൽ എനർജി കുറയും, ഡിപ്രഷൻ അതായത് ആൻസൈറ്റി കൂടുക, ഡിപ്രഷൻ ഉണ്ടാവുക, മനസ്സിനൊരു സന്തോഷമില്ല, ബോഡിക്കൊരു എനർജി ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക. പിന്നെ ശാരീരികമായ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളും നമ്മൾ ഈ പറയുന്ന പോലത്തെ ടെസ്റ്റോസ്റ്ററോൺ, നമ്മുടെ ഓവറിയിലുള്ള ഈസ്ട്രോജൻ മുതലായ ഹോർമോൺസിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ കുറയുകയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഡീആക്ടിവേറ്റ് ആവുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ആവുന്ന എനർജി ബ്ലോക്ക് ആവുന്ന റൂട്ട് ചക്രയുടെ മൂലാധാര ചക്രത്തിന്റെ എനർജി ബ്ലോക്ക് ആവുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എനർജി നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ
ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യത്യാസം വരും. സ്ലോലി വ്യത്യാസം വരും. ഓക്കെ, ഈ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെഡിറ്റേഷൻ, അബണ്ടൻസിന്റെ ഒരു മെഡിറ്റേഷനും കൂടെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ് ടു അട്രാക്ട് അബണ്ടൻസ്. അപ്പോൾ ഈ ഒരു നമ്മുടെ മനസ്സിനുള്ളൊരു കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. ഈ റൂട്ട് ചക്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ ചക്രാസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫുമായിട്ട് വളരെ വളരെ അടുത്ത് ലൈഫിലെ എല്ലാ ചക്രയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും റൂട്ട് ചക്രയാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. കുണ്ടലിനി എന്ന് പറയുന്ന ഒരു എനർജി, കുണ്ടലിനി എനർജി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് ചക്രയിലാണ് റൂട്ട് ചക്ര മെഡിറ്റേഷനും റൂട്ട് ചക്ര ക്ലെൻസിങ്ങും ആണ് ചെയ്യുന്നത്. അപ്പോൾ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതും ഈ മൂലാധാര ചക്രം റൂട്ട് ചക്രയുടെ മെഡിറ്റേഷനാണ്. ഓക്കെ, ഈ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഈ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ആഗ്രഹം, മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഒന്ന് കുറിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലൊന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് ആ ആഗ്രഹത്തിലേക്ക്, ആ അബണ്ടൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെഡിറ്റേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ അബണ്ടൻസ്, അതായത് അഭിവൃദ്ധി, നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു മെഡിറ്റേഷനാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, ഈ റൂട്ട് ചക്ര ഇതല്ലാതെ തന്നെയും ചെയ്യാം, പക്ഷെ ഇത് നമ്മളൊന്ന് ഈ ഒരു ചക്ര മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു റിസൾട്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു മൂവ്മെന്റ് കൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്പ്രെഡായി, എന്നിട്ട് ആ എനർജി നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കരമായ ഒരു സന്തോഷത്തിലായിരിക്കും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു സന്തോഷത്തിലായിരിക്കും. നല്ലൊരു സന്തോഷം എന്ന് പറയുന്നത് ഒരു റിലാക്സേഷനാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഒരു ബാലൻസിലാണ്, നമ്മുടെ എനർജി ബാലൻസിലാണ്. എനർജി ബാലൻസ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ആ കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി എളുപ്പമാണ്. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആഗ്രഹിക്കുക, പറയുക ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്കാണ് അത് പോകുന്നത്. ഉപബോധ മനസ്സിൽ നിന്നും നമ്മൾ ഒരു കാര്യം അട്രാക്ട് ചെയ്യുമ്പോൾ, മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ കാര്യം നടക്കും. അപ്പോൾ അത് ചെയ്യാനുള്ള മെത്തേഡാണ് ഞാനിപ്പോൾ നമ്മൾ ആ ഒരു മെഡിറ്റേഷനിലേക്ക് പോവാണ്. എല്ലാവരും റെഡി ആയിരിക്കും. ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ, ഞാൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഇരുന്ന പോലെ ഇരിക്കുക. സുഖാസനത്തിലോ പത്മാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ അങ്ങനെ കുറേ ആസനങ്ങളുണ്ട് സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം ഇരിക്കുന്ന ചെയറിൽ ബാക്കൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ, ശ്വാസം പുറത്തേക്ക് വിടുക, പതുക്കെ ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക, ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഒരു ചെയറിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണെന്ന് മനസ്സിൽ വിചാരിക്കുക. ഇരിക്കുമ്പോൾ നിങ്ങളുടെ മൂലാധാര ചക്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ചുവന്ന നിറത്തിൽ പ്രകാശിക്കുന്ന വലതുവശത്തേക്ക് കറങ്ങുന്ന, ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്ന ആ മൂലാധാര ചക്രത്തിലേക്ക് ശ്രദ്ധിക്കുക. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ നട്ടലിൽ നിന്നും മുകളിലേക്ക് പതുക്കെ
മുകളിലേക്ക് ആ ഒരു എനർജി, ഒരു ലൈറ്റ് മുകളിലേക്ക്, നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള എനർജി മുകളിലേക്ക് മുകളിലേക്ക് തലയിലേക്ക് പതുക്കെ ഏറ്റവും മുകളിലേക്ക് എത്തുന്നതായി സംഭവിക്കും. ആ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഭാഗത്തു നിന്ന് ആ സഹസ്രാര പത്മത്തിൽ നിന്നും ആ എനർജി കണക്ഷൻ യൂണിവേഴ്സിലേക്ക്, യൂണിവേഴ്സൽ എനർജിയിലേക്ക് കണക്ട് ചെയ്യുന്നതായി സങ്കല്പിക്കും. ആ എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു പ്രകാശമായി നിങ്ങളുടെ ശരീരത്തിലേക്ക് തലയിൽ നിന്നും താഴേക്ക് രണ്ട് വശങ്ങളിലൂടെയും താഴേക്ക്, മുൻവശത്തൂടെയും പുറകുവശത്തൂടെയും താഴേക്ക് ഒഴുകിയിറങ്ങുന്നതായി താഴേക്ക് നിങ്ങളുടെ കാൽ വരെയും എത്തുന്നതായും നിങ്ങളത് പൂർണ്ണമായും കവർ ചെയ്യുന്നതായും സങ്കല്പിക്കുക. ആ ഒരു പ്രകാശം നിങ്ങളുടെ ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതായും മനസ്സിലാക്കാം. മുഴുവനും കറങ്ങുന്നു. നിങ്ങളുടെ ശരീരം മുഴുവനും ആ പിങ്ക് നിറത്തിലുള്ള എനർജി മുഴുവനായും കറങ്ങി ബോഡി മുഴുവൻ സർക്കുലേറ്റ് ചെയ്യും. പുറത്ത് മുഴുവൻ നമ്മുടെ ശരീരത്തിലുള്ള എനർജി ബോഡി മുഴുവനായും ആ ഒരു ഡിവൈൻ എനർജി കൊണ്ട് മുഴുവനായും കവറായിരിക്കും. നിങ്ങളുടെ കൈകളിലേക്ക് ആ എനർജി നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരിക. പ്രകാശം നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരിക. കൈകളിൽ നിന്ന് മുമ്പോട്ട് മുന്നിലേക്ക് ആ എനർജി പുറത്തേക്ക് പോകുന്നു. ദൂരെ ആകാശത്തിലേക്ക് ദൂരേക്ക് പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ആ വസ്തു അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താണോ അതിലേക്ക് അതിൻ്റെ ഒരു പിക്ചർ, അതിൻ്റെ ഒരു ഇമേജ് നിങ്ങളുടെ മുമ്പിൽ വരുന്നു. ആ ഒരു ഇമേജ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ആ ഒരു ഇമേജിലേക്ക് ഈ എനർജി നിങ്ങൾ കൊണ്ടുപോകുന്നു. മുഴുവനായി നിങ്ങൾക്കത് കാണാം. നിങ്ങൾക്കത് ക്ലിയറായി കാണാം. ആ പിക്ചർ നിങ്ങൾക്ക് ക്ലിയറായി കാണാം. ആ പിക്ചറിന് ജീവൻ വെക്കുന്ന പോലെ, അത് ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്നതും നടക്കുന്നതും സ്വസ്ഥമായി അവിടെ ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ നിങ്ങൾ കാണുന്നു. ഒരു മൂവി പോലെ അത് നിങ്ങൾ കാണുന്നു. അതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങളത് ഉപയോഗിക്കുന്നതും നിങ്ങൾ കാണുന്നു. അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ അതിലേക്ക് മുഴുവനായും എത്തിയിരിക്കുകയാണ്. അതിലേക്ക് മുഴുവനായും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആ മുഴുവൻ എനർജിയും നിങ്ങൾ കൊണ്ടുപോയി അതിലേക്ക് വളരെ ക്ലിയറായ ഇമേജായി നിങ്ങൾക്കത് കാണാം. അതൊരു മൂവിയായി നിങ്ങൾക്കത് കാണാം. അതിലേക്ക് നിങ്ങളുടെ മുഴുവൻ എനർജിയും നിങ്ങൾ എത്തിച്ചേർക്കുന്നു. ആ വസ്തുവിൻ്റെ മുകളിലേക്ക് സ്വർണ്ണ നിറത്തിലുള്ള അബണ്ടൻസ്, അതായത് സമൃദ്ധിയുടേതായ ഒരു എനർജി, സമൃദ്ധിയുടേതായ ഒരു നിറം, സമൃദ്ധിയുടേതായ ഒരു സ്വർണ്ണ നിറം നിങ്ങൾ കൊടുക്കും. അതിലേക്ക് ആ ഒരു വസ്തുവിലേക്ക് ആ ഒരു സംഭവത്തിലേക്ക് ആ ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു വസ്തു ദ്രാവക രൂപത്തിൽ ഒഴുകി അതിലേക്ക് വീഴുന്നതായും ഇത് കവർ ചെയ്യുന്നതായും ആ സ്വർണ്ണ നിറത്തിലുള്ള ആ ദ്രാവകം ആ വസ്തുവിനോട് കൂടി നിങ്ങളിലേക്ക് പതുക്കെ ഒഴുകി എത്തുന്നതായി
എത്തുന്നതായി കാണുക. ഒഴുകി 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 നിങ്ങളുടെ 2 കൈകളിലേക്കും വന്നു ചേരുന്നതും ആ കൈകളിലൂടെ അത് നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും നിങ്ങളിലേക്ക് മുഴുവനായും പ്രവേശിച്ച് നിങ്ങളത് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് നിങ്ങളിലേക്ക് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. മുഴുവനായും നിങ്ങളത് സ്വീകരിക്കുകയും ചെയ്യും. അതിൻ്റെ ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കും. ആ സന്തോഷം, അത് കിട്ടിയതിൻ്റെ സന്തോഷവും സാറ്റിസ്ഫാക്ഷനും നിങ്ങൾ അനുഭവിക്കും. ഏറ്റവും സുന്ദരമായൊരവസ്ഥ നിങ്ങൾ അനുഭവിക്കും. ആ ഒരു സന്തോഷത്തോടെ, ആ ഒരു സാറ്റിസ്ഫാക്ഷനോടെ പതുക്കെ നിങ്ങൾ കണ്ടു. ഇങ്ങനെ ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെതായിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പോവാം, ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് വെച്ചോ, നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് വെച്ചോ, ഒരു ജോലി കിട്ടണം, അതിനുവേണ്ടി ഇറങ്ങാം. അപ്പോൾ ഈ ഒരു റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്തിട്ട് കുറച്ച് നേരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതേപോലെ ചെയ്തിട്ട് ഇങ്ങനൊരു അബണ്ടൻസിൻ്റെതായ ആ മെഡിറ്റേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അത്ര കിട്ടാത്ത കാര്യങ്ങളും നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്ത് ലഭിക്കാൻ പറ്റും. ഇതൊരു സ്ട്രോങ് ആയ മാനിഫെസ്റ്റേഷൻ്റെ ഒരു മെഡിറ്റേഷനാണ്. ഓക്കെ, ആരെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ നേരത്തെ? ചിലർക്കൊക്കെ അറിയാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും ഇത് മനസ്സിലാവുകയും പറയൂ. അത് ഈ പഠിച്ചാരെങ്കിലും ഇനി പറഞ്ഞുതരും. ഓക്കെ, ഇല്ല പറഞ്ഞുതരാം. ഞാൻ പിന്നീട് മൂലാധാര ചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സേക്രഡ് പ്ലെക്സസ്, അതായത് നമ്മുടെ ശരീരത്തിന്റെ നട്ടലിന്റെ ഏറ്റവും അടിയിലത്തുള്ള ഏറ്റവും താഴെയുള്ള ഒരു പോയിന്റാണ്. ഓക്കെ, അവിടെയാണ് നമ്മുടെ സേക്രഡ് പ്ലെക്സസ്, അതുപോലെ പ്രധാനപ്പെട്ട കുറേ ഞരമ്പുകളും രക്തവ്യൂഹങ്ങളും അതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരു ഏരിയ ആണ്. ആ ഏരിയയിൽ ഉണ്ടാവുന്ന ഡീആക്ടിവേഷൻ കാരണം നമ്മുടെ പല രീതിയിലുള്ള എനർജീസും കുറയും. നമ്മുടെ കോൺസെൻട്രേഷൻ, എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകാനുള്ള ഒരു ഡ്രൈവ്, പിന്നെ സെക്ഷൽ എനർജി, അങ്ങനെ ഉള്ള പല എനർജിയിലും ബ്ലോക്ക് വരും. അപ്പോൾ ആ ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് ഞാനിപ്പോൾ പഠിച്ചത്. ഓക്കെ, അത് ബ്ലോക്ക് മാറുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. സങ്കല്പം എന്ന് വെച്ചാൽ ഓക്കെ അതാണ് എന്നുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സങ്കല്പമാണല്ലോ. അപ്പോൾ അതല്ലാതെ തന്നെ നമ്മൾ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ പോലും ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ മെഡിറ്റേഷൻ ചെയ്യുന്നതിനുള്ള വേറെ കുറേ ഗുണങ്ങളുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ബ്രെയിനിൽ കുറേ പുതിയ ന്യൂറൽ പാത്വേസ്, അതായത് പുതിയ ന്യൂറോൺ പാത്വേസ് ഉണ്ടാകുന്നു എന്നുള്ളത് റിസർച്ച് ചെയ്ത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഗ്രേ മാറ്റർ, നമ്മുടെ ബ്രെയിനിൽ ഗ്രേ മാറ്റർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് നമ്മുടെ മെമ്മറി, അതുപോലത്തെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡിൻ്റെയും ബ്രെയിനിൻ്റെയും ഫങ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ വയസ്സാവുന്നതോറും അതിങ്ങനെ കുറഞ്ഞു വരും. അല്ലെങ്കിൽ നമുക്കൊരു ഡിപ്രസീവ് മൂഡ് അതൊക്കെ ഉള്ളവർക്കും അതിങ്ങനെ കുറഞ്ഞു വരും, ചുരുങ്ങി വരും. അതേസമയം മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും മെഡിറ്റേഷൻ കുറേ നാൾ ചെയ്യുന്നത് വഴി ഇങ്ങനെ ആ ഒരു ഏരിയ ഓഫ് ഗ്രേ മാറ്റർ കൂടുന്നതായിട്ടും പഠനങ്ങൾ, റിസർച്ചുകൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പം പറയും എല്ലാത്തിനും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കത്തില്ല. കാര്യങ്ങൾ നടക്കാൻ അത് ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളൊക്കെ നടക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഓരോരുത്തർക്കും
ഈ നമ്മൾ പറയുന്ന ഒരു ബ്ലോക്കുകൾ എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ്. ചില ആൾക്കാർക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും ബ്ലോക്ക്, ചിലർക്ക് പുറമേ നിന്നുള്ള പല രീതിയിലുള്ള ബ്ലോക്കുകൾ കാണും. ആ ബ്ലോക്കൊക്കെ മാറിക്കഴിയുമ്പോൾ അത് മാറാൻ കുറച്ച് എത്ര സമയം എടുക്കുന്നോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ കാര്യങ്ങൾ നടക്കാൻ നമ്മളും കുറച്ചും കൂടെ പ്രയത്നിക്കണം. ഇത് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ഉള്ളിൽ കുറെ ആശയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതൊന്ന് നടപ്പിലാക്കാനും കൂടെ ശ്രമിക്കണം. ഈ ഇതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും. ഇപ്പോൾ എനിക്ക് 90% മാർക്ക് വേണമെന്നാണ് ആഗ്രഹം. ഞാൻ ഇവിടെ നിന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം ആ മാർക്ക് നമുക്ക് കിട്ടുമോ? ഇല്ല. ആ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ കോൺസെൻട്രേഷൻ, ഫോക്കസ് മുഴുവൻ ആ ഒരു മാർക്കിലേക്ക് കൊണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും, കൂടുതലായി ശ്രമിക്കും. അപ്പം നമ്മൾ മറന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, നമ്മുടെ ആഗ്രഹങ്ങൾ. ഇപ്പോൾ എനിക്ക് നല്ലൊരു കാർ വാങ്ങണം, ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മളത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റു പല കാര്യങ്ങളും അതിൻ്റെ മോളിൽ കയറി വരുമ്പോൾ നമ്മളത് മറന്നു പോകും. അതേസമയം നമ്മൾ ഫോക്കസ് ചെയ്ത് ഇതേപോലെ ഒരു കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ കോൺഷ്യസിലേക്ക് അത് വരും. വന്നത് വളരെ സ്ട്രോങ് ആയിട്ട് അത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പ്രയത്നിക്കും, നമ്മൾ അതിലേക്ക് എത്തുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഇത് പറയുന്നത്, എന്താണ് ഒരു തത്വം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞതിന് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓപ്പൺ ആയോന്നോ? അത് കുറെ നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മൂഡിലും നമ്മുടെ ഒരു എനർജിയിലും ഒക്കെ വ്യത്യാസം വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. കുറച്ച് ദിവസം വെറുതെ ഒന്ന് നമ്മൾ യോഗ ചെയ്താൽ തന്നെ, നമ്മളിങ്ങനെ ഇരുന്നിട്ട് രണ്ട് കാലും ഇങ്ങനെ വെച്ചിട്ട് കാലിലിങ്ങനെ പിടിക്കുന്ന ഒരു യോഗ പോസ് ഉണ്ട്. അത് മേരുദണ്ഡാസനം എന്ന് പറയും. അത് നമ്മളൊന്ന് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എനർജി, നമ്മുടെ ഒരു ബോഡിക്കകത്തൊരു സന്തോഷം, നമ്മളറിയാതെ ഒരു സന്തോഷം നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും എല്ലാം നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ എന്താണ് ചേഞ്ച് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേറൊരാൾ പറഞ്ഞു തന്നാൽ അത് മനസ്സിലാവത്തില്ല. കാരണം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചേഞ്ച് അല്ലേ, ഓരോരുത്തരുടെ ഉള്ളിൽ നടക്കുന്ന ചേഞ്ച് അവർക്കല്ലേ അറിയത്തുള്ളൂ. അപ്പൊ ജിനു അല്ലേ ചോദിച്ചത്? കുറച്ച് ദിവസം ജിനു ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ച് ദിവസം അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ എന്ത് വ്യത്യാസം വരുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇടണം. എന്തൊക്കെ വ്യത്യാസം? ബട്ടർഫ്ലൈ കോഴ്സും നല്ലതാണ്. ബട്ടർഫ്ലൈ കോഴ്സും അതുപോലെ കുറെ കോഴ്സസ് ഉണ്ട്. ഈ നമ്മുടെ റൂട്ട് ചക്രയും ആക്ടിവേറ്റ് ആകും. നമ്മുടെ ഈ പെൽവിക് പാർട്ട് ആക്ടിവേറ്റ് ആകും. അത് പെൽവിക് പാർട്ട് ആക്ടിവേറ്റ് ആവുന്ന എക്സസൈസ് എന്തായാലും ചെയ്യണം, പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാവരും ചെയ്യണം. കാരണം അതാണ് നമ്മുടെ റൂട്ട്, എല്ലാ കാര്യത്തിലും ഉള്ള ഒരു ബേസ് അതാണ്. ഓക്കെ, അതിപ്പോൾ ചക്രാവ് വെച്ചിട്ട് അല്ലെങ്കിൽ പോലും നമ്മുടെ ബോഡിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലെക്സസ് ഒക്കെ, അതായത് ജംഗ്ഷൻസ്, മർമ്മ എന്ന് പറയുന്ന പോയിന്റ്സ് ഒക്കെ കുറേ ഉള്ള ഒരു ഏരിയ ആണ്. ആ ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി ലൈഫിലുള്ള പല ഏരിയയിലും നമുക്ക് പല കാര്യത്തിലും നമുക്ക് ബെറ്റർമെൻറ്റ് ഫീൽ ചെയ്യും. ഓക്കെ, ശരി. ഉറങ്ങണം. എന്നിട്ട് പിന്നെ എണീറ്റിട്ട് പിന്നെ ഒന്നും കൂടെ മെഡിറ്റേഷൻ ചെയ്യണം. ഉറക്കം തികയാത്തോണ്ടല്ലേ ഉറങ്ങുന്നു. ഒരാൾക്ക് കുറച്ച് ക്ഷീണം ഉണ്ടെങ്കിൽ അവര് കിടക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും. നമ്മൾ റിലാക്സ് ആയിട്ട് ശ്വാസമൊക്കെ ഒന്ന് റിലാക്സ്. ഞാനിപ്പം ഹിപ്നോസിസ് ചെയ്യുമ്പോഴും ഹിപ്നോതെറാപ്പി ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഉറക്കം കുറവുള്ള ഒരാൾ അല്ലെങ്കിൽ ടെൻഷനുള്ള ആൾ നമ്മൾ വന്നിട്ട് റിലാക്സ് പറയുമ്പോൾ അവരും ഉറങ്ങിപ്പോകും. കാരണം അവർക്ക് ആ ഒരു അത്രയും ഒരു റിലാക്സ് ഫീലിംഗ് കിട്ടുമ്പോൾ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും. ഉറങ്ങിയിട്ട് പിന്നെ ചെയ്താൽ മതി, പിറ്റേ ദിവസം ചെയ്താൽ മതി. എല്ലാ ദിവസവും ആരും ഉറങ്ങത്തില്ല. അപ്പോൾ ട്രൈ ചെയ്യാം. ഓരോ ദിവസവും നമ്മൾ കുറച്ച് സമയം ട്രൈ ചെയ്താൽ ഒരു 20 minutes ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു 1 hour ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. ഇപ്പോൾ ഏത് കൂട്ടത്തിൽ തന്നെ കാണും ചെയ്തവരുണ്ടാവും. അങ്ങനൊന്നുമില്ല. നമ്മൾ ഓഫീസിൽ ഇരുന്നിട്ടോ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം. അതിന് നമ്മുടെ മനസ്സാണ്. ഉറങ്ങിയല്ലേ? ഞാൻ എൻ്റെ സ്വരം ഒരു താരാട്ട് പാട്ട് പോലെ തോന്നിയോണ്ടാണ് ഉറങ്ങി.
ഓക്കെ. അപ്പോൾ 7 മണി 8 മണിയല്ലേ ആയുള്ളൂ, ഇപ്പോഴേ ഉറക്കം വന്നോ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാൾ, ഉറക്കം ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഉറക്കം ഇല്ലാത്ത ഒരാളാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, യോഗയൊക്കെ ചെയ്തിട്ട് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാതിരിക്കും, ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അത് ആ ആൾ ഉറങ്ങുന്നത് തന്നെയാണ് നല്ലത്. കാരണം അവർക്ക് ലാക്ക് എന്താണെന്ന് വെച്ചാൽ ഉറക്കവും ആ ഒരു റെസ്റ്റാണ് അവർക്ക് വേണ്ടത്. അത് ചെയ്തോട്ടെ. ഉറങ്ങി കഴിഞ്ഞിട്ട് റെസ്റ്റ് കിട്ടി നമ്മുടെ ശരീരമൊക്കെ ഒന്ന്, മനസ്സിലും ആ ഒരു റെസ്റ്റ് കിട്ടിയതിൻ്റെ ഒരു റിഫ്രഷ്മെന്റ് കിട്ടി കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലും ചെയ്യാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞതല്ലേ. ആ മൈൻഡ്ഫുൾനെസ്, അതും ഒരു മെഡിറ്റേഷൻ. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ആ പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ചിട്ട് ചെയ്യുന്നതും മെഡിറ്റേഷൻ തന്നെയാണ്. ആ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടും, നമുക്കത് ഫീൽ ചെയ്യും. ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടുവരാനും അത് ഇമ്പ്രൂവ് ആയി വരുന്നതാണെന്ന് നമുക്ക് അതിനൊരു സന്തോഷം. ഓക്കെ, അത് ഒരു മെഡിറ്റേഷന്റെ ഒരു വഴി തന്നെയാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞായിരുന്നു. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ പറഞ്ഞായിരുന്നു. ഓക്കെ. നമ്മൾ ചെയ്യുന്ന കാര്യം, ഇപ്പൊ ഞാനൊരു പേന കയ്യിലെടുക്കുന്നു, അപ്പൊ ഞാനിങ്ങനെ വെറുതെ പേന കയ്യിലെടുത്ത് ഇങ്ങോട്ട് എഴുതുകയല്ലേ ചെയ്യുന്നത്. ആ പേനയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ലല്ലോ. അപ്പൊ ഞാൻ കയ്യിൽ പേന എടുക്കുമ്പോൾ പേന ഞാൻ ഫീൽ ചെയ്യുക, എന്നിട്ട് ഏത് വിരലിലൊക്കെയാണ് ആ പേന ഫീൽ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുക. എന്നിട്ട് എഴുതുമ്പോൾ ആ പേന വഴി അത് എഴുതുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുക. അപ്പൊ ഈ പേനയോട് എനിക്കൊരു സ്നേഹം തോന്നും. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യത്തോടും എനിക്കൊരു സ്നേഹം തോന്നും. അതാണ് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാറുള്ളത്. നമ്മൾ ഓഫീസിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മൾ മിക്കവാറും ഈ ലേഡീസിനാണ് കൂടുതലും. അവർക്കാണെങ്കിൽ പകുതി മനസ്സ് അവർ വീട്ടിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്, പകുതി പിള്ളേരുടെയും ഹസ്ബൻഡിന്റെ ഒക്കെ കൂടെ ആയിരിക്കും. അവർ എത്തി ഇനി എന്ത് ചെയ്യും, അത് വൈകുന്നേരം എന്തുണ്ടാക്കും, രാത്രി എന്ത് ഫുഡ് ഉണ്ടാക്കും, ഞാൻ അങ്ങനെ ഇങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഓഫീസിലും നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ 100% കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താ സംഭവിക്കുക? കരിയറിലൊക്കെ മിക്കവാറും ലേഡീസ് കുറെ പുറകിലാണല്ലോ. പുറകിലാവുന്നതിന്റെ പ്രധാന കാരണം അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് അവിടെ വെക്കാൻ പറ്റില്ല. കാരണം അവർ പകുതിയെ കൊടുക്കുന്നുള്ളൂ ഓഫീസിൽ വർക്കിനെല്ലാം വേണ്ടിയിട്ട്. കരിയറിലൊക്കെ പൂർണ്ണമായിട്ടും മിക്കവർക്കും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ആ ഇരിക്കുന്നതിനോട് നമ്മൾ നീതി പുലർത്തുക. ആ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക. ആ ചെയ്യുന്ന സമയത്ത് ആ കാര്യം മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരികയും ചെയ്യുകയും ആ കാര്യത്തിനോട് തന്നെ നമുക്കൊരു സ്നേഹം തോന്നും. നമ്മൾ ചെയ്ത കാര്യത്തിനോട് തന്നെ നമുക്കൊരു ഇഷ്ടം വരികയും ചെയ്യും. അതുവഴി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നമ്മുടെ എല്ലാ പ്രവർത്തിയിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എല്ലാ കാര്യത്തിലും. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം, കുളിക്കുന്ന സമയത്ത് വെള്ളം വീഴുന്നത് നമ്മളൊന്ന് ഫീൽ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ അത് വീഴുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് നമ്മൾ ഫീൽ ചെയ്യണം. അപ്പോൾ ആ ശരീരത്തിനൊരു സന്തോഷം, ആ വെള്ളത്തിന് വരെ ഒരു സന്തോഷം കാണും. അപ്പോൾ വെള്ളത്തിനെ നമ്മളൊന്ന് മൈൻഡ് ചെയ്തല്ലോ. കുളി എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് വെള്ളം പോയി ഒഴിച്ചിട്ട് ഇറങ്ങി വരേണ്ട ഓട്ടമാണ്. അതൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമ്മളതെല്ലാം അനുഭവിക്കാം. ലൈഫിലുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ സന്തോഷത്തോടെ അനുഭവിക്കാം. അതും ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. ഓക്കെ, മെഡിറ്റേഷൻ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മനസ്സിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിലും നമ്മുടെ ബ്രെയിനിലും കുറേ ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, അതുവഴി നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്ക് വളരെ വേഗം ഈസി ആയിട്ട് ഹാപ്പി ആയിട്ട് ബെറ്റർ ആയിട്ട് എത്താൻ പറ്റും. വെൽക്കം. താങ്ക് യു. ഇച്ചിരി ബ്രേക്ക് അല്ലേ? എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറ്റുന്നത് ഞാൻ റെക്കോർഡ് പറഞ്ഞുതരാം. ഞാനൊരു ചക്ര മെഡിറ്റേഷൻ ഞാനൊരു 1 വീക്ക് ഒരു 7 ദിവസം റെഗുലറായിട്ടൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 7 ദിവസത്തെ മെഡിറ്റേഷൻ അത് ഞാൻ ഗ്രൂപ്പിലിടാം. പക്ഷെ ഫ്രീ ആയിരിക്കത്തില്ല, ചെറിയൊരു 99 rupees വല്ലതും കാണും. കാരണം ഫ്രീ ആയാൽ ആർക്കും അത്ര ടൈമിന് കയറാനൊന്നും തോന്നുന്നില്ല. ഇത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഒരാഴ്ച ഒന്നും ചെയ്തിട്ട് എന്ത് വ്യത്യാസം ഉണ്ടെന്നൊന്ന് ഗ്രൂപ്പിലിടണം. എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഓക്കെ.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ യോഗാസനത്തിന്റെ ആ ഫോട്ടോസ് ഞാൻ ഇട്ടുതരാം. ഓക്കെ.